السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 264 വചനം ആണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നല്ല ഒരു വാക്ക് പറയുക, പുറത്തു കൊടുക്കുക, ദാനധർമ്മം ചെയ്തിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു തആല നമ്മളോടുള്ള കാരുണ്യാതിരേകത്താലാണ്. അല്ലാഹു അനിയാണ്, ഹലീമാണ്. അല്ലാഹു അങ്ങേയറ്റം സമ്പന്നനായ ശക്തിപ്രഭാവമാണ്. അതുപോലെ സഹനത്തിൻ്റെ, ക്ഷമയുടെ കേളീരംഗമാണ്. ആ ഗുണങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മൾ നല്ലവരായിത്തീരുന്നതിനും വേണ്ടി അവൻ നൽകുന്ന പാഠങ്ങളാണ് ഇതൊക്കെ. പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാനത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, അല്ലാഹ് ഈസ് സെൽഫ് സഫിഷ്യൻറ്റ്. അല്ലാഹു തആല സ്വയം പര്യാപ്തത ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൻ തന്നെ മതിയായവനാണ്. നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിനും നമ്മൾ സ്വയം പര്യാപ്തത ഉള്ളവരല്ല. അതും നമ്മൾ തിരിച്ചറിയുക. എല്ലാം അവൻ നൽകിയ ഭൂമിയിൽ നമ്മൾ വെറും അന്തേവാസികളായി, ഒരു ടൂറിസ്റ്റുകളായിട്ട് വന്നവരാണ്. അത് കണ്ടിട്ട് നമ്മൾ മടങ്ങുന്നവരാണ് വന്ന സ്ഥലത്തേക്ക്. അതുകൊണ്ട് സെൽഫ് സഫിഷ്യൻ്റായ അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിച്ചുകൊള്ളുകയാണ്. ഹി ഈസ് ഇൻ നോ നീഡ് ഓഫ് ദ റിച്ചസ് ഓഫ് ഹിസ് സർവൻസ്. അള്ളാഹു തആലയ്ക്ക് അവൻ്റെ ദാസന്മാരുടെ ധനവിഭവങ്ങളിൽ നിന്നോ സമ്പത്തിൽ നിന്നോ ഒന്നും ആവശ്യമുള്ളവനല്ല. ബട്ട് ഹി ഡസ് സോ ടു സിഫ്റ്റ് ഔട്ട് the true believers from the hypocrites and weak of faith. പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക എന്ന് നമ്മോട് അവൻ കൽപ്പിക്കുന്നത്? ബട്ട് ഹി ഡസ് സോ, ഇതവൻ ചെയ്യുന്നത് ടു സിഫ്റ്റ് ഔട്ട് ദ ട്രൂ ബിലീവേഴ്സ്, യഥാർത്ഥ വിശ്വാസികൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാനാണ്. ടു സിഫ്റ്റ് ഔട്ടാണ്. അതൊന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ഇവനൊക്കെ കറക്റ്റ് വിശ്വാസികളാണോ, ഇവളുമാരൊക്കെ കറക്റ്റ് വിശ്വാസിനികളാണോ എന്നൊന്ന് പരിശോധിക്കണം അള്ളാഹുവിന്. സോ ഹി ഡസ് സോ ടു സിഫ്റ്റ് ഔട്ട് ദ ട്രൂ ബിലീവേഴ്സ് ഫ്രം ദ ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് വീക്ക് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ ദൗർബല്യമുള്ളവരാരൊക്കെയാണ്, കപടവിശ്വാസികൾ ആരൊക്കെയാണ്, ഇതിനകത്ത് നാടകം കളിക്കുന്നത് ആരൊക്കെയാണ് എന്ന് ഒന്ന് തിരിച്ചറിയാൻ
കർട്ടൻ്റെ പിന്നിലിരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ. അപ്പോൾ നമ്മളെ അനുനിമിഷം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അന്യൂനമായിത്തീരും. കാരണം ആ ആൾ കാണുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മൾ പല മറകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ മറകൾക്കുള്ളിൽ എല്ലാം അല്ലാഹു തആല ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുവാൻ യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, കപട വിശ്വാസികളാണ് ആരാണ്, വിശ്വാസ ദൗർബല്യം ബാധിച്ചവരാരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. He has all capacity to provide for all his creatures without a distinction. യാതൊരു വകഭേദവുമില്ലാതെ അവൻ്റെ എല്ലാ സൃഷ്ടികൾക്കും എല്ലാം നൽകുവാനുള്ള കഴിവ് അവനുണ്ട്. എല്ലാ അവൻ്റെ സൃഷ്ടികൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാനുള്ള കഴിവുള്ളവനാണ് അള്ളാഹു. ബട്ട് ഹീ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഗിവിങ് ഓഫ് ചാരിറ്റി. അങ്ങനെ എല്ലാവർക്കും എല്ലാം കൊടുക്കുവാൻ കഴിവുള്ളവൻ, അവൻ്റെ സമദ് എന്ന് പറയുന്ന ഗുണമുണ്ടല്ലോ. അള്ളാഹു സമദ്, അവൻ സമദായതവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവനും ഒരാളിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവനുമായിട്ടുള്ള ശക്തിപ്രഭാവമാണ് അള്ളാഹു. നമ്മുടെ ഒന്നും അവനാവശ്യമില്ല, എന്നാൽ അവൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നു. എന്നിട്ട് ചില ടെസ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഗിവിങ് ഓഫ് ചാരിറ്റി. ഈ ചാരിറ്റി വർക്ക് അല്ലെങ്കിൽ ഈ സേവന സന്നദ്ധത, പരോപകാര പ്രക്രിയ, ഇത് നൽകാൻ അങ്ങനെ ഒരു സ്ഥാപനം, അങ്ങനെ ഒരെണ്ണം അവൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഗിവിങ് ഓഫ് ചാരിറ്റി. ഈ ദാനധർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുകയാണ് അവൻ മനുഷ്യരിൽ. ടു നോ ഹു ആർ ട്രൂ ആൻഡ് സിൻസിയർ ടു ഹിം. ഇത് അറിയുന്നതിന് വേണ്ടിയാണ്. ഹു ആർ ട്രൂ ആൻഡ്, അതിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരും, ആൻഡ് സിൻസിയർ ടു ഹിം, നിഷ്കളങ്കമായി അവനോട് ആത്മാർത്ഥത പുലർത്തുന്നതും ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ ചാരിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഹു ആർ റെഡി ടു സാക്രിഫൈസ് എവരിതിങ് ഫോർ ഹിം. അവന് വേണ്ടി എല്ലാം ബലിയർപ്പിക്കുവാൻ, ത്യാഗം ചെയ്യുവാൻ, വിട്ടുകൊടുക്കുവാൻ ആരാണ് തയ്യാറാകുന്നത്? ഹു ആർ റെഡി ടു സാക്രിഫൈസ് എവരിതിങ് ഫോർ ഹിം ടു ഒബ്റ്റെയിൻ ഹിസ് പ്ലഷർ. അവൻ്റെ സംതൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവനിലുള്ളതെല്ലാം അവൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറുള്ളവൻ ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ചാരിറ്റി വച്ചിരിക്കുന്നത്, പരോപകാര പ്രക്രിയ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മെ അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി അവൻ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനവൽക്കരണമാണ് ചാരിറ്റി. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വന്നതൊക്കെ നമ്മുടേതാണ് എന്ന് വിചാരിച്ച് നമ്മൾ അത് നോക്കി പിടിച്ച് കൊണ്ടിരുന്നാൽ നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ അതിൻ്റെ ഉടമസ്ഥരായിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഏത് ടൈമിലാണ് നമ്മൾ ഇവിടം വിട്ടു പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അടുത്ത നിമിഷം ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സംസാരം പൂർത്തീകരിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കേട്ട് തീരുന്നത് വരെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എല്ലാം അവൻ്റെ കൈകളിലാണ്. അപ്പോൾ അവൻ പരിശോധിച്ച് നോക്കുകയാണ്. ഹു ആർ റെഡി ടു സാക്രിഫൈസ് എവരിതിങ് ഫോർ ഹിം. അവന് വേണ്ടി സകലതും അർപ്പിക്കുവാൻ, ബലിയർപ്പിക്കുവാൻ, ത്യാഗം ചെയ്യുവാൻ തയ്യാറുള്ളവരാണ്. ടു ഒബ്റ്റെയിൻ ഹിസ് പ്ലഷർ ആൻഡ് ലവ്. അവൻ്റെ സ്നേഹവും അവൻ്റെ സംപ്രീതിയും കരസ്ഥമാക്കുന്നതിന് വേണ്ടി. സച്ച് പീപ്പിൾ, ഇനി അത്തരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. നമുക്കിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ തന്നെയും സച്ച് പീപ്പിൾ ഹൂ അച്ചീവ് ദ ലവ് ഓഫ് അല്ലാഹ്, അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കുന്നു. ആർ ദ വൺസ് ഹും അല്ലാഹ് ഷാൽ പ്രൊവൈഡ് പ്ലെൻറ്റിഫുള്ളി. അങ്ങനെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു തആല എന്തു ചെയ്യും? ദ വൺസ് ഹും അല്ലാഹ് ഷാൽ പ്രൊവൈഡ് പ്ലെൻറ്റിഫുള്ളി ബോത്ത് ഇൻ ദിസ് ലൈഫ് ഇറ്റ് സെൽഫ്. അവർക്ക് ഈ ലോകത്ത് തന്നെ
അവർക്ക് ധാരാളമായി നൽകും. ആൻഡ് ഇൻ ദ ഹിയർ ആഫ്റ്റർ, അതുപോലെ പാരത്രിക ലോകത്തിലും അവൻ ധാരാളമായി മതിയായത് ഇഷ്ടം പോലെ അവർക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രീതിയും കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ ചില സാധനങ്ങളൊക്കെ തന്നിട്ട് അത് മെറ്റീരിയൽ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരമാകുന്ന സർഗശക്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന, അത് ഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ നാവ്, നമ്മുടെ ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി പോലും, ഒരു നല്ല വാക്ക് പറയുന്നത് പോലും എല്ലാം സദക്കയായിട്ട്, നന്മയായിട്ട്, ഇതെല്ലാം അവൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് ദാനമായി അവൻ നൽകിയിരിക്കുന്നു. എന്നിട്ട് ആ ദാനത്തെ അവൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ദാനം ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം അല്ലാഹു തആല അവൻ്റെ ദാനമായിട്ട് അവൻ നൽകിയിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ സൂക്ഷിപ്പുകാരാണ്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഈ ദാനമൊക്കെ, ഇത് തന്നിരിക്കുന്നതൊക്കെ നിങ്ങൾ ഇന്നതുപോലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നില്ല എങ്കിൽ ഇതാരൊക്കെയാണ് പറഞ്ഞാൽ കേൾക്കാത്തത് ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത്. തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദൻ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഇനി വിശ്വാസികളെ വിളിച്ച് ഇത് സംബന്ധമായിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൂടി അല്ലാഹു തആല നൽകുകയാണ്. നമുക്ക് ഇതിൻ്റെ വാക്കർത്ഥം കൂടി ഒന്ന് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തുബ്തിലൂ, നിങ്ങൾ പാഴാക്കാതിരിക്കൂ, നിങ്ങൾ പാഴാക്കിക്കളയരുത്, നിങ്ങൾ വൃഥാവിലാക്കരുത്, സദഖാത്തിക്കും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, നിങ്ങളുടെ സദക്കകളെ നിങ്ങൾ പാഴാക്കിക്കളയരുത്. ബിൽ മന്നി, ഉപകാരം എടുത്തു പറയൽ കൊണ്ട്, ഞാൻ ഇന്ന ആൾക്ക് ഇന്നതുപോലൊക്കെ ചെയ്തു, എന്നിട്ട് അവൻ ഇങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ചില ബാലിശമായ പ്രകൃതിയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അല്ലാഹു തആല എന്തെല്ലാം പറയണം. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ട് അവ ഒന്നും പറയാതിരിക്കുക. എന്നിട്ടെല്ലാം പറഞ്ഞ് തന്നു, ഇന്നതുപോലെയൊക്കെ ചെയ്യാമെന്ന്, എന്നിട്ട് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സദക്കകളെ നിങ്ങൾ പാഴാക്കിക്കളയരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലൂ, നിങ്ങൾ പാഴാക്കിക്കളയരുതേ, സദഖാത്തിക്കും, നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങളെ, ബിൽ മന്നി, ഉപകാരം എടുത്തു പറഞ്ഞുകൊണ്ട്, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കിക്കളയരുത്. വൽ അദ, ഉപദ്രവമേൽപ്പിച്ചുകൊണ്ടും, അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മൾ വിളിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകർത്താവിന് വളരെ ഉപദ്രവകരമായിരിക്കും. അതുകൊണ്ട് മന്ന് അത, ഇത് രണ്ടും ഉണ്ടാകരുത്. എടുത്തു പറയലും ഉപദ്രവമേൽപ്പിക്കലും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി വചനങ്ങളും വിശദീകരണങ്ങളുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു തആലയുടെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം നമ്മളെ വിട്ടിരിക്കുകയാണ്
എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഏത് സമയത്തും നമ്മൾ വിട്ടവൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു, നമ്മളിവിടെ വന്നു. അപ്പോൾ അതിനു മുമ്പ് എവിടെയായിരുന്നു? നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതുപോലെ നാളെ നമ്മൾ ഈ ഭൂമിയിൽ കാണില്ല. അപ്പോൾ ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവന് ഉള്ള അവസ്ഥയിൽ നിന്ന് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൺവെർട്ട് ചെയ്യാനും കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ അല്ലാഹു തആല നമ്മെ ഓരോരുത്തരും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അവനിൽ നിന്നുള്ള പ്രീതി ആവോളം നേടിയെടുക്കുന്നതിനായി കഠിനമായി യത്നിക്കുവാനുള്ള ഒരവസരമായി പുനർചിന്തയ്ക്കായി ഈ മാസത്തെ അവശേഷിക്കുന്ന ദിവസങ്ങളെ നമുക്ക് കാണുവാൻ കഴിയട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.